സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊടകരയിൽ നിന്നാണ് വരുന്നത്. ഇത് അഞ്ജു മാത്യു, രേഷ്മ ബാബു, ശ്രീകല, മണികണ്ഠൻ. ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് സ്മാർട്ട് വാട്ടർ ബെഡ്. ഇത് സാധാരണ വാട്ടർ ബെഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടുണ്ടാക്കുന്ന പുതിയൊരു ശ്രമമാണ്. ഇതിൻ്റെ വാട്ടർ ബെഡ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സോർസിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സോർ ഒഴിവാക്കുന്നുവെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് വലിച്ചെടുത്തിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ പ്രവർത്തനത്തെയും ഈ വാട്ടർ ബെഡ് എഫക്റ്റ് ചെയ്യാറുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഹീറ്റിംഗ് സിസ്റ്റവും ഒരു കൂളിംഗ് സിസ്റ്റവും ഒരു മസാജിങ് സിസ്റ്റമാണ് ഞങ്ങളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്റിംഗ് സിസ്റ്റം കോയിൽ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യും. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഇത് കട്ട് ഓഫ് ആകും. ഇനി അഥവാ ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, ഇതിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമുക്കിവിടെ ഒരു പമ്പ് സിസ്റ്റം ഉണ്ട്. അത് വെള്ളത്തെ പുറത്തെടുക്കുകയും ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്ത് ഇതിനകത്ത് ഹീറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. ഇതിന് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്. എപ്പോഴും അത് നമ്മുടെ ഹീറ്റ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മോട്ടർ ഉപയോഗിച്ചാണ് ഞങ്ങൾ മസാജിങ് സിസ്റ്റം ചെയ്യുന്നത്. അതിൻ്റെ ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്ന അനുസരിച്ച് ഇത് വെള്ളത്തിൽ ഈക്വലായിട്ടൊരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റം നമ്മുടെ ബോഡി എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈനൽ കോഡിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇതാണ് മെയിൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത്. ഇതിൽ ഹീറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഇൻഡിക്കേഷൻസ് ഞങ്ങളിതിൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോജക്റ്റ് എന്നതിലുപരി ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ഡിസ്പ്ലേ നമുക്കവിടെ കാണാവുന്നതാണ്. അതിവിടെ 3 LEDs ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള ടെമ്പറേച്ചർ ആകുമ്പോഴാണ് ആ ബ്ലൂ LED കത്തുന്നത്. രണ്ടാമത് നമ്മൾ ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായിക്കൊണ്ട് ഒരു നോർമൽ ഒരു 30 to 40 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ അത് വൈറ്റ് ആയിട്ട് മാറുകയും അതിൽ കൂടുതലായി കഴിയുമ്പോഴത്തേന് റെഡ് ആവുകയും ചെയ്യും. അതാണ് ആ ടെമ്പറേച്ചർ ഡിസ്പ്ലേയുടെ പ്രത്യേകത. പിന്നെ ഇതിന് ഒരു 3 ഫീറ്റ് നീളമുള്ള ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ മൊത്തത്തിൽ ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓരോ പാർട്ടും ഞങ്ങൾ ഫോൾഡബിളായിട്ടാണ് ചെയ്യുന്നത്. സ്ക്രൂ ഉപയോഗിച്ച് നമുക്കിതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതിനെ നമുക്ക് ഊരിയെടുത്ത് എവിടെയൊക്കെ ഉണ്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. താങ്ക് യു.